നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കേക്കാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓറിയോ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഒറ്റ ട്രിപ്പിന് പറ്റത്തില്ല, 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ഇടാം. ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇത്രയും. നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട. ക്രീമിൻ്റെയും ബിസ്ക്കറ്റിനും നല്ല മധുരമുള്ളതുകൊണ്ട് പഞ്ചസാരയൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് അത് ഒഴിച്ച് വെക്കാം. ഞാൻ അടിയിൽ ബട്ടർ പുരട്ടി ഇവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് തട്ടി അതിൻ്റെ ബബിൾസ് കളഞ്ഞതിന് ശേഷം ഞാൻ ഒരു പഴയ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അകത്ത് ഒരു തട്ട് വെച്ചിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ ബാറ്റർ ഇറക്കി വെക്കാം. ശരിയായി വരാൻ ഏകദേശം 20-25 മിനിറ്റ് ആകും. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പാത്രം തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടില്ല, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ ഇളക്കി മാറ്റാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം. ഇനി നമുക്ക് ക്രീമൊന്ന് ചോക്ലേറ്റിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമ്മൾ ആ ക്രീം മുഴുവൻ കേക്കിന് മുകളിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാകാൻ അല്പനേരം 1 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.